1990 മാർച്ച് മാസത്തിലാണ് കൊടുങ്ങല്ലൂർ വെള്ളാപ്പള്ളിയിൽ നാരായണൻകുട്ടി എന്ന വി നാരായണൻകുട്ടി നാട്ടിൽ നിന്നും അപ്രത്യക്ഷനാവുന്നത്. പിന്നീട് ഒരു മാസത്തിന് ശേഷം ഏപ്രിൽ 4-ാം തീയതി നാരായണൻകുട്ടി മരിച്ചുവെന്ന വാർത്തയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അറിഞ്ഞത്. നാരായണൻകുട്ടിയുടെ തറവാട്ടിൽ ഇദ്ദേഹം ഒഴികെ ഒരു വലിയ വിഭാഗം മാതാ അമൃതാനന്ദമയിയുടെ വിശ്വാസികളാണ്. വർഷങ്ങൾക്ക് മുൻപ് ഇവരുടെ കുടുംബക്ഷേത്രം അമൃതാനന്ദമയി മഠത്തിന് വിട്ടു നൽകുകയും ചെയ്തു. ഇതിനുശേഷമാണ് നാരായണൻകുട്ടി വള്ളിക്കാവിലെ അമൃതാനന്ദമയി മഠത്തിലെത്തിയത്. അവിടെ വെച്ച് വിശ്വാസികളെ അലോസരപ്പെടുത്തിയെന്ന പേരിൽ നാരായണൻകുട്ടിയെ പേരൂർക്കട മാനസിക രോഗ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് മരണം സംഭവിക്കുകയുമായിരുന്നു. നാരായണൻകുട്ടിയുടെ സുഹൃത്ത് TN ജോയ്. അപ്പോൾ ഈ സത്യനാമിൻ്റെയും നാരായണൻകുട്ടിയുടെയും അനുഭവങ്ങളുടെ ഒരു സമാനതയാണ്. അതേ ആശുപത്രി, അതേ ആശ്രമം, അതേ അവസാനം. നാരായണൻകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മർദ്ദനമേറ്റതായി പറയുന്നുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യമുയർന്നെങ്കിലും കാര്യമായി ഒന്നും നടന്നില്ല. സത്നാം സിംഗ് മരിച്ച സമാനമായ സാഹചര്യത്തിൽ തന്നെയാണ് നാരായണൻകുട്ടി മരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സത്നാം സിംഗിന്റെ ദുരൂഹ മരണത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്ന പശ്ചാത്തലത്തിൽ നാരായണൻകുട്ടിയുടെ ദുരൂഹ മരണത്തെക്കുറിച്ചും അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായിരിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ നിന്നും KM ഉമേഷ്.